അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 233 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. وإن أردتم ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് അവിടെ കേൾക്കണം. വ ഇൻ അറത്തും അതുപോലെ ഓതുക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. പിന്നെ ശേഷം സുക്കൂനായ ദാലും ത ആണ് വരുന്നത്. ഈ സുക്കൂനായ ദാലിനെ നമ്മൾ അടുത്ത തയിലേക്ക് ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാം മുത്തജാനിസാനാണ് വരുന്നത്. ഒരേ മഖ്റജിൽ നിന്നും വരുന്ന രണ്ടക്ഷരങ്ങൾ തമ്മിലുള്ള ഇദ്ഗാമാണ് വരുന്നത് കേട്ടോ. ദ ത രണ്ടും ഒരേ മഖ്റജിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വരുന്നത് അറദിത്തും എന്നാണ്. അപ്പോൾ ഈ ദാൽ സുക്കൂനെ നമ്മൾ തായിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ താക്ക് ശ്രദ്ധ കിട്ടും. ഒരക്ഷരം കൂടെ ആ തായിലേക്ക് ചേർന്നപ്പോൾ ആ താക്ക് കനം കൂടി. അപ്പോൾ അവിടെ ശ്രദ്ധ കൊടുത്തു. അപ്പോൾ ഈ സുക്കൂനായ ദാലിൽ നമ്മൾ ഇദ്ഗാം ചെയ്തിട്ട് ഓതുക കേട്ടോ. അവിടെ അറദത്തും ഓതരുത്. അറത്തും വ ഇൻ അറത്തും അൻ തസ്തർളിഉ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ത വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. റോ സുക്കൂനാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അതിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തണം. ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്രയാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തണം. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്രയാവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഐനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഔലാദകും ഫലാ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം ഈ അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതൊരു അക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഇവഹാർ ഷഫവിയാണ് കേട്ടോ. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. ഔലാദകും ഫല എന്ന് പറഞ്ഞ് മണിച്ചു ഓതരുത്. ഔലാദകും ഫലാ ജുനാഹ അലൈക്കും. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കാതെ നോക്കണേ. ജുനാഹ അലൈക്കും അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അലൈക്കും ഇദാ സല്ലംതും മാ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. സല്ലംതും മാ ആതൈതും. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വീടിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യട്ടോ. ആതൈതും ബിൽ മഅറൂഫ്. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ബ വന്നു. ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ബ വന്നു. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫാഉ ഷഫവി കേട്ടോ. മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ആതൈതും ബിൽ മഅറൂഫ്. ഐൻ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളുടെ വഖഫ് ചെയ്യുമ്പോൾ ഫാക്ക് സുക്കൂന് കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ മദ് 6 സുക്കൂനായിട്ട് മാറും. 2 or 4 or 6 കൊണ്ട് വീതം നീട്ടി പാരായണം ചെയ്യാം കേട്ടോ വഖഫ് ചെയ്യുമ്പോൾ.
വത്തഖുല്ലാഹ് വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. താക്ക് ശബ്ദം വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. വാഫ് ഇസ്തിഅലാദ് ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. വൗമദ് കൂടെ വന്നിട്ടുണ്ട്. ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വത്തഖുല്ലാഹ് അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് വമ്മ വന്നു. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വഅലമൂ അന്നല്ലാഹ് വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അയിൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അയിനിൻ്റെ സൗണ്ടിനെയും ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. വഅലമൂ അന്നല്ലാഹ് നൂനിന് ശബ്ദ വന്നു. അഖ്മൽ ഉടനാണ് നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ അവ്വാ എന്നുള്ള നാമത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹ എന്നുള്ള അക്ഷരത്തെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കട്ടോ. അന്നവ്വാ നോതരുത്. ഹംസയുടെ സൗണ്ടായി പോകരുത്. അന്നവ്വാഹ ബിമാ തഅമലൂൻ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിനിന് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തഅമലൂന ബസീർ സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ ഇത്ബാഖിൻ്റെ ലെറ്റേഴ്സിന് കെസ്റയായാലും നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യണം. ഇനി ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് റോ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് കൊടുത്തിട്ടാണല്ലോ ഇവിടെ വഖഫ് ചെയ്യുക. അപ്പോൾ റോക്ക് സുക്കൂനും അതിൻ്റെ മുന്നേ മദ്ദക്ഷരമായിട്ടുള്ള യാ വന്നു കഴിഞ്ഞാലും ലീനക്ഷരമായി വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ റോയെ ലൈറ്റാക്കിയിട്ടാണ് ഉച്ചരിക്കുക. ബസീർ എന്ന് പറഞ്ഞിട്ട് ഹെവി ആക്കി കൊടുക്കൂല. തഅമലൂന ബസീർ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ് ആര് സുക്കൂനായിട്ട് മാറും. മദ് ആര് സുക്കൂനിൽ 2 or 4 കൗണ്ട് നീട്ടി 2 or 4 or 6 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക. പിന്നെ ഈ റോ ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ ലൈറ്റ് ആക്കിയിട്ട് വഖഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.